ഹായ് ഫ്രണ്ട്സ്, customzലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന സ്റ്റിയറിംഗ് കവറാണ്. ഞാൻ നേരത്തെ ലിപ്പ് ചെയ്ത നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ സ്റ്റിയറിംഗ് ചെയ്യുന്നുണ്ട്, സ്റ്റിയറിംഗ് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ട് വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ നമ്മളെ വണ്ടി ഓൾഡ് സ്വിഫ്റ്റാണ്. നിങ്ങൾക്ക് അതിൻ്റെ സ്റ്റിയറിംഗ് കണ്ടാൽ മനസ്സിലാവും. ഇത് സ്റ്റിയറിംഗ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് വെച്ച് കഴിഞ്ഞാൽ 2012 മോഡലിൻ്റെ സ്റ്റിയറിംഗ് ആണ് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. പുള്ളിക്ക് സ്റ്റിയറിംഗ് കംഫർട്ടബിൾ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റിയറിംഗ് മാറ്റിയതിനു ശേഷം നമ്മളെ ഓൾഡ് സ്വിഫ്റ്റിനകത്ത് തന്നെ സ്റ്റിയറിംഗ് എന്ന് വെച്ചാൽ ഇച്ചിരി ചെറിയ സ്റ്റിയറിംഗ് ആണ്. ഇതിനകത്ത് ഇച്ചിരി വലിയ സ്റ്റിയറിംഗ്, അതായത് 2011 ശേഷം 2018 അവസാന പകുതി വരെ ഇറങ്ങിയ വെഹിക്കിളിലും സ്റ്റിയറിംഗ് ഈ സെയിം സ്റ്റിയറിംഗ് ആണ് വന്നത്. അപ്പോൾ സ്റ്റിയറിംഗിന് ഇച്ചിരി വലിപ്പം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞ കണക്കിനാണ് ഞാൻ എൻ്റെ സ്റ്റിയറിംഗ് കവർ എടുത്തിട്ടുള്ളത്. അപ്പോൾ സ്റ്റിയറിംഗ് കവർ ഇതിനകത്ത് പക്കായിട്ട് ഇടാൻ പറ്റും കേട്ടോ. കറക്റ്റ് ഗ്യാപ്പും കാര്യങ്ങളൊന്നും വരാത്ത രീതിയിൽ നമുക്ക് തച്ചെടുക്കാൻ പറ്റും. അത്രയ്ക്കും പക്കായിട്ടാണ് ഇതിന്റെ സ്റ്റിയറിംഗ് വരെ ഞാൻ എടുത്തിരിക്കുന്നത്. സ്റ്റിയറിംഗ് കവർ വരും എടുത്തോണ്ടത്. അപ്പോൾ ഈ സ്റ്റിയറിംഗ് കവർ എന്ന് പറഞ്ഞാൽ ഫുള്ള് നമ്മളെ ഹാൻഡ് മെയ്ഡിൽ തച്ചെടുക്കണം, ഫുള്ളായിട്ട് തച്ചെടുക്കണം. ഇത് തച്ചെടുക്കാനായിട്ട് എങ്ങനെയായാലും 1 മണിക്കൂറിന് മേളിൽ ടൈം എടുക്കും. അപ്പോൾ അത്ര ഞാൻ വീഡിയോയിൽ ചെയ്യുന്നില്ല. ഞാൻ ജസ്റ്റ് നമ്മളിട്ട് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് നമ്മളൊരു കാലിൽ സപ്പോർട്ട് കൊടുത്തിട്ടാണ് ഇത് വലിച്ചേറ്റിയിടുന്നത്. അപ്പോൾ വലിച്ചേറ്റിയിടുന്ന നേരത്ത് ഈ നൂല് പൊട്ടാനൊക്കെ ചാൻസ് ഒരുപാട് വരുന്നുണ്ട്. ജസ്റ്റ് ഇതേപോലെ ഒന്ന് ജസ്റ്റ് പിടിച്ചിടണം. പിടിച്ചിട്ടതിന് ശേഷം നമ്മൾ എപ്പോഴും സ്റ്റിയറിംഗിന്റെ കറക്റ്റ് സെന്റർ നോക്കിയിട്ടായിരിക്കും നമ്മളെ ഈ ജോയിന്റ് പീസ് കൊണ്ടിടുന്നത്. പിന്നെ പല രീതിയിൽ പല ഡിസൈനൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ റെഡും ബ്ലാക്ക് ഇട്ട് ചെയ്യുന്നവരുണ്ട്, ബ്ലാക്കും ബീജും ഇട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് മൊത്തം നമ്മൾ 4 ഡിസൈനൊക്കെ അടിയുമ്പോൾ 4 ദിക്കായിട്ടായിരിക്കും നമ്മളതിനകത്ത് ഇടുന്നത്. അപ്പോൾ നമുക്കിതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഇത് ഫുള്ളായിട്ട് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ല, കാര്യം 1 മണിക്കൂറോളം ഇത് തെച്ചെടുക്കുന്ന വരും. അപ്പം ഞാനിത് ഏതായാലും ടച്ച് പകുതിയായിട്ടൊരു ഷോട്ട് എടുത്തു തരാം. അതിനകത്ത് ടച്ച് തീർന്നു കഴിഞ്ഞാൽ ഫുള്ളായിട്ടൊരു ഷോട്ട് എടുക്കാം. അപ്പോൾ അത്രമാത്രം നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ആ സ്റ്റിയറിംഗ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മെയിൻ ഇഷ്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സ്റ്റിയറിംഗ് തച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ നൂല് പൊട്ടിപ്പോരാൻ ചാൻസ് ഒരുപാടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇതിനകത്തിട്ടിരിക്കുന്ന നൂലെന്ന് വെച്ചാൽ നൈലോൺ നൂലാണ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 3 ടൈപ്പ് നൂല് വരുന്നുണ്ട്. ഒന്ന് നൈലോൺ, ഒന്ന് നോർമൽ നൂല്, പിന്നെ അല്ലാതെ നമുക്ക് നൈലോണും നോർമലും കൂടെ ആഡ് ചെയ്ത് വരുന്ന നൂല് വരുന്നത്. അത് പക്ഷേ ഈ നോർമലും നൈലോണും നോർമൽ നൂലും കൂടെ ആഡ് ചെയ്ത് വരുന്ന സാധാ ക്ലോത്തിൽ ആഡ് ചെയ്ത് വരുന്ന നൂലുണ്ട്. ഇത് രണ്ടും നമുക്ക് ഇതേപോലെ ജസ്റ്റ് കുരുക്കി കഴിഞ്ഞാലും ഇങ്ങനെ പിന്നി കഴിഞ്ഞാലും ഈ സാധനത്തിന്റെ നൂലുകളെല്ലാം പിന്നി ഇതിൽ നിന്ന് വരും. അപ്പം ഈ നൂലാകുമ്പോൾ പക്ക നൈലോണാണ്. ഇത് പൊട്ടപ്പം പിടിക്കത്തൊന്നുമില്ല, കണ്ടില്ലേ, ഇത്ര ഹാർഡാണ്. അപ്പം ഇതാണ് നമ്മൾ അതിനകത്ത് ചെയ്യുന്നത്. അപ്പം ഇത് നമ്മൾ വലിച്ച് ടൈറ്റ് ചെയ്യുന്ന നേരത്ത് നൂല് പൊതുവെ നല്ല ചൂടാവും വലിച്ച് ടൈറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ഈ ചൂടായിട്ട് നൂൽഭാഗങ്ങളുടെ ഉരുവി പൊട്ടിപ്പൂ. അങ്ങനെ ഒരുപാട് കേസുള്ളതുണ്ട്. കാര്യം സ്റ്റിയറിംഗ് തച്ച് തീരാറാവുന്ന എൻഡ് ഭാഗത്ത് വെച്ച് ഇങ്ങനെ പൊട്ടി തിരിച്ച് സ്റ്റിയറിംഗ് കവർ ഊരി മാറ്റി പുതിയ സ്റ്റിയറിംഗ് കവർ ഇടേണ്ടി വരും. അങ്ങനെ ഒരുപാട് മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഒരുപാട് പറ്റിയിട്ടുണ്ട്. മിസ്റ്റേക്ക് അല്ല, അത് ഓൾറെഡി നമ്മളെ ഈ വർക്കിലുള്ളതാണ്. മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റില്ല. കാര്യം അത് പൊതുവെ ഉണ്ടാവുന്ന ഒരു പ്രശ്നം തന്നെയാണ്. കാര്യം സ്റ്റിയറിംഗ് കവർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് ഓവർ ടൈറ്റുള്ള സ്റ്റിയറിംഗ് കവറെല്ലാം തയ്ക്കുമ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മിക്കുള്ള വണ്ടിയിൽ സ്റ്റിയറിംഗ് കവർ തച്ചിരിക്കുമ്പോൾ അവർക്ക് സ്റ്റിയറിംഗ് നമ്മൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കാൻ നേരം സ്റ്റിയറിംഗ് ചെറുതായിട്ടൊന്ന് ലൂസ് ആകുന്നൊരു ഫീൽ വരും. അപ്പോൾ അത് പൊതുവെ സ്റ്റിയറിംഗിൻ്റെ ഇഷ്യൂസ് അല്ല. തയ്ക്കാൻ നേരം ചിലർക്ക് അറിയാവുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തച്ച് വിടുന്നുണ്ട്, ചിലർക്ക് അറിയാതെ തയ്ക്കുന്നവരുണ്ട്. അപ്പോൾ ഇത്രയാണുള്ളൂ. അപ്പോൾ ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഇനി കഴിഞ്ഞ നേരത്തെ എങ്ങനെ ഈ ഒരു പീസ് കഴിയാൻ നേരത്തെ തന്നെ ഒരു 15 മിനിറ്റ് എടുക്കും. അതുപോലെ ഈ ഒരു 15 മിനിറ്റ്, പിന്നെ ഇത് ചെയ്യാൻ നേരത്തെ ഒരു 1/2 മണിക്കൂർ, അങ്ങനെ മൊത്തം 1 മണിക്കൂർ ടൈമോളം ഇത് ചെയ്യുന്നതിനാവും. അപ്പോൾ അത് ഫുള്ളായിട്ട് ഞാൻ അത് ഉൾപ്പെടുത്തുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഘട്ടം ഘട്ടമായിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഫ്രണ്ട്സ്, അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് നമ്മൾ തീർത്തിട്ടുണ്ട് കേട്ടോ. അതല്ല, സ്റ്റിച്ച് ചെയ്ത് ഒരു സൈഡ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ നമ്മൾ ഡയമണ്ട് സ്റ്റിച്ച് എന്നാണ് പറയുന്നത്. ഇങ്ങനെ ചെയ്തെടുക്കും. ഡയമണ്ട് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ഏകദേശം ഒരു 4 ടൈപ്പുള്ള സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ഡയമണ്ട്, അതേപോലെ ക്രോസ് ടൈപ്പ്, ഇൻറ്റു, പ്ലസ് ടൈപ്പ്, അങ്ങനെ ഒരുപാട് മോഡൽസ് ചെയ്യാൻ പറ്റും. അതിപ്പം ഓരോ വണ്ടിയുടെ സ്റ്റിയറിംഗിൻ്റെ സൈസും അതേപോലെ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന മോഡൽസ് എന്ന് വെച്ചാൽ ഇതേപോലുള്ള ഡയമണ്ട് ടൈപ്പാണ് നമ്മളതിന് ചെയ്തെടുക്കുന്നത്. പിന്നെ ഈ പീസ് ഇതിപ്പം കഴിഞ്ഞു. ഇത് പിന്നെ ഒരു 15-20 മിനിറ്റോളമായി ഈ പീസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇനി ഇത് ഇതേപോലെ ഈ സൈഡ് ഇത് മൊത്തം ചെയ്തെടുക്കണം. കാര്യം പുറത്ത് നല്ല ചൂടും കാര്യങ്ങളെല്ലാം ഉണ്ട്. ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല, വേറെ വർക്കും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് സമാധാനമായിട്ടിരുന്നാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അല്ലെങ്കിൽ പൊട്ടാൻ ഒരുപാട് ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം ഞാൻ ഈ പീസ്, അതായത് ഈ ചെറിയ പീസ് ചെയ്യുന്ന വീഡിയോ ഞാൻ ചെയ്യുന്നില്ല. അപ്പം ഈ ചെയ്തില്ല. അപ്പം ഞാൻ അവസാനത്തെ ലെയർ ഞാൻ ചെയ്യുന്ന വീഡിയോ ചെയ്തിട്ട് നമ്മൾ നൂല് ടൈറ്റ് ചെയ്യുന്ന സൈഡ് ഞാൻ കാണിച്ചു തരാം. എങ്ങനെയാണ് നൂല് ടൈറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഫസ്റ്റ് നൂല് കൊരുത്തിടുന്നത്, അവസാനം എൻ്റെ എവിടെയാണ് കൊണ്ട് നിർത്തുന്നത് എന്നുള്ള എല്ലാം ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്തും. അപ്പം ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മളെ ചെറിയ 2 പീസ് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നേരത്തെ വീഡിയോ പറഞ്ഞില്ലായിരുന്നു, ഫ്രണ്ടിൽ നിന്ന് ടച്ച് ചെയ്ത് ഫ്രണ്ടിൽ നിന്ന് കൊരുക്കുന്നതും അവസാനം കൊണ്ട് എൻ്റെ നിർത്തുന്നവരെ കാണിക്കാമെന്ന് പറഞ്ഞത്. അപ്പം നമ്മളെ വീഡിയോ എടുക്കാനായിട്ടുള്ള പുള്ളി പുറത്തോട്ട് പോയി. അപ്പം ഞാൻ സമയം കൊണ്ട് ഇത്രയും ഭാഗം ഞാൻ അതിനകത്ത് വെൻഡിക്കേറ്റ് ഉണ്ടായി. കാര്യം വേറെ ഒന്നുകൊണ്ടല്ല, ഇത് തച്ച് തീർക്കാൻ ഒരുപാട് ടൈം എടുക്കും. അതുകൊണ്ടാണ് അകത്തിരിക്കാൻ
ഇതിനകത്ത് ഇരുന്ന ചൂട് കാരണമാണ് മെയിൻ ഇഷ്യൂ. അപ്പം ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനകത്ത് ഇതേപോലെ ജസ്റ്റ് നമ്മളെ നൂലിനകത്ത് ഇതേപോലെ കയറ്റി ഇങ്ങനെയാണ് എടുക്കുന്നത്. പിന്നെ ചിലർ ഇതേപോലെ നമ്മളെ നൂല് ഇതുപോലെ കയറ്റിയതിന് ശേഷം തിരിച്ച് അവിടെ നിന്ന് പുറത്തുനിന്ന് ഇങ്ങനെ എടുക്കുന്നവരുണ്ട്. അത് ഒരേ ഡിസൈൻ ചേഞ്ച് വരുന്നതിനനുസരിച്ചാണ് അങ്ങനെ ചെയ്യുന്നത്. നമുക്ക് പല ആൾക്കാരും പല രീതിയിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ വർക്കർക്ക് ഓരോരുത്തരും ഓരോ എളുപ്പ രീതികളുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് അവരെല്ലാം വർക്ക് ചെയ്യുന്നത്. ഇതേപോലെ ജസ്റ്റ് ഇങ്ങനെ വരച്ച് കയറ്റുന്ന വെച്ചാൽ ഇപ്പം ഇനി ഇത് പകുതി കൂടുതലുണ്ട് ഇനിയും സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ ഇങ്ങനെ വലിച്ച് കുറച്ച് അടുപ്പിക്കാനുണ്ട്. കുറച്ച് എനിക്ക് നൂലിൻ്റെ കുറച്ച് ആവശ്യമുണ്ട്. ഫുള്ള് ഇതേപോലെ തലിച്ചതിന് ശേഷം തയ്ച്ച് കഴിക്കാൻ നേരത്തെ നമ്മൾ നൂല് കുരുക്ക് വീണിട്ട് കെട്ട് വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ പകുതി കൊണ്ട് നിർത്തിയിട്ട് ഇവിടെ ഞാൻ ജസ്റ്റ് ടൈറ്റ് ചെയ്ത് കാണിച്ചിട്ട് എത്രത്തോളം ടൈറ്റ് ചെയ്യുന്നുള്ളൂ. ജസ്റ്റ് നമ്മളിങ്ങനെ വലിച്ച് ടൈറ്റ് ചെയ്യണം. അപ്പോൾ ജസ്റ്റ് സ്റ്റിയറിംഗ് ജസ്റ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് കറക്കി കൊടുക്കും. കറക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ അടുത്ത് വരാനായിട്ടാണ്. നമ്മൾ സ്റ്റിയറിംഗ് കവർ വലിയും, നല്ലോണം വലിഞ്ഞ് നല്ലോണം അടുക്കും. മനസ്സിലായില്ലേ? അല്ലേ അതേപോലെ ഇങ്ങനെ അടുത്തടുത്ത് നമുക്കിങ്ങനെ വലിച്ചു കൊണ്ടുവരാൻ പറ്റും. അതിനകത്ത് അല്ലേ ഇതേപോലെ ഇങ്ങനെ ഇത് ഫുള്ള് അടുപ്പിച്ചെടുക്കണം. ഇതേപോലെ ഇങ്ങനെ അടുപ്പിച്ചെടുപ്പിച്ചു. അപ്പോൾ അത് ഒരുപാട് ലെങ്ത് വരും ഇങ്ങനെ ചെയ്യാൻ. ഇത് തന്നെ നല്ല ടൈം എടുക്കും. അപ്പോൾ ഇത്രയും ഇത് തന്നെ ചെയ്തപ്പോൾ തന്നെ ഏകദേശം ഒരു 1.5 മിനിറ്റ് എടുക്കും കാര്യം. അപ്പോൾ ഇതേപോലെ ഫുള്ള് ചെയ്യാൻ നേരത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഫുള്ള് ഇതേപോലെ ചെയ്യണം. അപ്പം നല്ല ടൈം എടുക്കും. അപ്പം ഇത് ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ അടുപ്പിച്ചെടുപ്പിച്ചിട്ടുണ്ടാകും. അവസാനം കൊണ്ട് എൻ്റെ നിർത്തിയ ശേഷം നമുക്ക് ഫുള്ളായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന വർക്ക് കാണിക്കും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ വർക്ക് ഏകദേശം 98% കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. വെറും ഇനി 2% മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഫുള്ള് വരിഞ്ഞ് ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ അതിനെ ജസ്റ്റ് ടൈറ്റ് ചെയ്യണം. അപ്പോൾ ടൈറ്റ് ചെയ്യുമ്പം ഇതുവരെ എനിക്ക് ഒരു സൈഡും പൊട്ടിയിട്ടൊന്നുമില്ല കണ്ടല്ലേ. ഇതുവരെ എനിക്കൊരു സൈഡും കാര്യങ്ങളൊന്നും പൊട്ടിയിട്ടും പിടിച്ചിട്ടൊന്നുമില്ല. ഇനി അറിയാൻ പറ്റത്തില്ല. സാധാരണ ഈ എൻഡ് ഭാഗങ്ങൾ കൊണ്ട് തന്നെയാണ് സാധാരണ എനിക്ക് പൊട്ടി വരുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. സ്റ്റീറിയ ഫുള്ള് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് നൂല് വന്നിരിക്കുന്നത് നമ്മൾ റെഡ് കളർ നൂലാണ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. അതായത് ഡിസൈനിൽ കൊടുത്തിരിക്കുന്നത്. തച്ചിരിക്കുന്ന നൂല് ബ്ലാക്ക് കളറാണ്. പക്ഷേ ഇതിനകത്ത് നൂല് 100% നൈലോൺ അല്ല. അപ്പോൾ അതിനകത്ത് പിന്നിപ്പ് വരും. അതാണ് ഞാൻ പറഞ്ഞത്. നൈലോണും സാധാ ക്ലോത്തും ചേർന്ന നൂലാണ് വരുന്നത്. അതിനകത്ത് ചെറിയ പിന്നിപ്പുണ്ട്. ഈ പിന്നിപ്പ് നമ്മൾ ജസ്റ്റ് ഒന്ന് തീ കത്തിച്ചതിന് ശേഷം തീപ്പെട്ടി കൊള്ളിയുണ്ട് ജസ്റ്റ് ഇതിനെ ഒന്ന് ഉരുക്കി പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഈ എൻഡുകളിൽ നമ്മൾ നൂല് കെട്ടിയിട്ടിരിക്കുന്ന എൻഡുകളിൽ ഗം ഒഴിച്ച് നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ വർക്ക് ഇത്രയാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്ന് ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയി അടുത്ത് വീണ്ടും വരുന്നതായിരിക്കും.